ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടയില്ലാതെ എങ്ങനെ നല്ല ടേസ്റ്റോട് കൂടി പാലട പ്രഥമൻ ഉണ്ടാക്കാമെന്നാണ് കാണിക്കണേ. അപ്പോൾ നമ്മുടെ സാധാരണ പാലട പ്രഥമൻ്റെ അതേ ടേസ്റ്റോട് കൂടെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അടക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നത് മക്രോണിയാണ്. കനം കുറഞ്ഞ ഏത് പാസ്ത വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കപ്പോളം ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ പൊടിക്കണ ജാറിലിട്ടിട്ട് ഒരൊറ്റ കറക്കൽ കറക്കിയാൽ മതി, അധികം പൊടിഞ്ഞു പോകരുത്. ഇത് കണ്ടോ, ഇത്രയും മതി. ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഒരു 3/4 കപ്പോളായി കിട്ടും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ പാസ്ത വേവിക്കുന്നതിനേക്കാളും ഒരിത്തിരിയും കൂടെ വേവായിട്ട് കിട്ടണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്രഷ് ചെയ്തെടുത്ത പാസ്ത ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് വേവായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ ഒന്ന് അലിഞ്ഞു വരണം. ആ ഒരു പരുവം വരെ നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളം നന്നായിട്ട് നമുക്കൊന്ന് ഊറ്റിക്കളയാം. എന്നിട്ട് പൈപ്പ് തിരിച്ചിട്ട് അതിൻ്റെ ചോട്ടിലൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ ബാക്കിയുള്ള കൊഴുപ്പും കൂടെ ഒന്നിട്ട് പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ആക്കിയെടുത്തതാണ് ഞാൻ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ വേറൊരു പാനിൽ ഏകദേശം ഒരു 1.5 ലിറ്ററോളം പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലിൻ്റെ അരികിലൂടെ അങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാസ്ത ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം പെട്ടെന്ന് തന്നെ ഇത് അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. കാരണം എങ്കിൽ നമ്മൾ വിചാരിക്കണം ആ ഒരു പാലട പ്രഥമൻ്റെ ആ ഒരു ടെക്സ്ചറിൽ തന്നെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ പായസം അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ച് കൂടുതൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു 1/4 കപ്പോളം എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴായിരിക്കും നമ്മുടെ മധുരം ഒരു കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമൊന്നുമില്ല. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പാസ്റ്റൊക്കെ ഇങ്ങനെ പൊങ്ങി നല്ലൊരു കറക്റ്റ് ടെക്സ്ചറായി ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു പാലട പ്രഥമൻ്റെ കളറ് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കളറ് വരാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരിയും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഈ പായസത്തിൽ ചേർത്ത ആ ഒരു പഞ്ചസാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാരമലൈസ് ആയിട്ട് വേണ്ടി വരും ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത്തിരിയും കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പായസമാണ് കേട്ടോ. വീട്ടിൽ ഈ പാസ്തയൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിലെപ്പോഴും ഈ പാസ്ത ഉണ്ടാവും. അപ്പോൾ പായസം കുടിക്കാൻ തോന്നുമ്പോൾ ഈ ഒരു പാസ്ത വെച്ചിട്ട് തന്നെയാണ് ഞാൻ മിക്കപ്പോഴും പായസം ഉണ്ടാക്കാറ്. പക്ഷേ ഇതുപോലെ പാനിൽ വെച്ചിട്ടല്ല കേട്ടോ. ഈ പാനിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഇത്തിരിയും കൂടെ സമയം അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടി വരും. ഞാൻ കുക്കറിലാണ് ഇത് ചെയ്യാറ്. അപ്പോൾ ഞാൻ കുക്കറിൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത് ആദ്യം തുടങ്ങി വെച്ചത്. പക്ഷേ എൻ്റെ കുക്കറിൻ്റെ വാഷറിനൊരു പ്രോബ്ലം, അതുകൊണ്ടാണ് ഞാനിത് പാനിലേക്ക് ആക്കിയത്. കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. പാലും പഞ്ചസാരയും പിന്നെ നമ്മുടെ ആ വേവിച്ച ആ പാസ്തയും കൂടെ ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ നമുക്ക് ആ ഒരു പാലട പായസം കിട്ടും. നമുക്ക് ആ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആ ഒരു പണി വരില്ല. നമുക്കിത് വെച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി, കുഴപ്പമൊന്നുമില്ല. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കിയാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ കുക്കർ നല്ലൊരു കണ്ടീഷനായിട്ടുള്ളൊരു കുക്കറാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കറിൽ തന്നെ ആ പിങ്ക് കളറായിട്ടുള്ള ആ ഒരു പാലട പ്രഥമൻ്റെ ആ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കുക്കറൊക്കെ നല്ല കണ്ടീഷനായിട്ടുള്ള കുക്കറാണെങ്കിൽ അതിൻ്റെ വാഷറിനൊന്നും ഒരു കുഴപ്പമില്ലെങ്കിൽ കുക്കറിൽ തന്നെ ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും പണി നമുക്ക് വരില്ല.
അപ്പോൾ അത് കണ്ടോ, അതിപ്പോൾ ഏകദേശം കറക്റ്റ് ടെക്സ്ചറായി വന്നിട്ടുണ്ട്, നല്ലൊരു കളറും വന്നിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും കളർ വേണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് ഇത്രയും മതി. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായയുടെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വറുത്തിടാം. കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യാനുസരണം നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഒരു പിടി കാഷ്യൂനട്ട് ചേർക്കാം. ഒന്നിങ്ങോട്ട് വറുവായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ആ നെയ്യോട് കൂടെ തന്നെ നമുക്ക് പായസത്തിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പാലട പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടയില്ലാതെയാണ് നമ്മൾ ഈ ഒരു പാലട പ്രഥമൻ ചെയ്തിട്ടുള്ളത് എന്ന് ഒട്ടും മനസ്സിലാവില്ല. അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാനിത് ഓണത്തിന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇനി വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.